ഇസ്രായേലിന് നേരെ യമന്റെ ആക്രമണ പരമ്പര സമയബന്ധിതമായ രീതിയിൽ ശക്തമായിരിക്കുന്ന ആക്രമണങ്ങളുടെ പെരുമയെ പെയ്യിപ്പിച്ചു എന്നാണ് അറേബ്യൻ മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈഫ തുറമുഖം കേന്ദ്രീകരിച്ചും റമാത്ത് ഡേവിഡ് എന്ന എയർപോർട്ട് കേന്ദ്രീകരിച്ചുമാണ് യമന്റെ ഭാഗത്ത് നിന്ന് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം ഉണ്ടായത്. ശക്തമായിരിക്കുന്ന ആക്രമണത്തിന് മുൻപിൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകരുകയും ലക്ഷ്യം കണ്ടുകൊണ്ട് തീപിടുത്തമുണ്ടാവുന്ന സമാന സാഹചര്യങ്ങൾ ഈ മേഖലയെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്നു എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമാണ് യഥാർത്ഥത്തിൽ യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഉണ്ടായത്. 4 തവണയെങ്കിലും ആക്രമണം നടത്തി 24 മണിക്കൂറിനിടയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അവരുടെ ഈ ഭാഗത്തു നിന്നൊക്കെ യമന്റെ പത്രങ്ങളും അതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ പത്രങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മിസൈലിനെ ഒന്നിലധികം മിസൈൽ എന്ന് പറയുന്നു അതിൽ തങ്ങൾക്ക് തകർക്കാൻ വേണ്ടി സാധിച്ചു. ഈ മധ്യ ഇസ്രായേലിൻ്റെ മേഖലയിൽ വെച്ച് തകർക്കുകയും അതിൻ്റെ കഷ്ണങ്ങളും ചീളുകളും മാത്രമാണ് ഭൂമിയിൽ പതിച്ചത്. ഞങ്ങൾ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അവരും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഏതായാലും അക്രമമുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടായിരിക്കുന്ന അക്രമത്തിന് പ്രത്യാക്രമണം ചെയ്യണം അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യമനെ അമേരിക്ക ആക്രമിക്കുകയും ചെയ്ത റിപ്പോർട്ടും പുറത്തു വന്നു. ഹുദൈദ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും സന മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് അമേരിക്കയുടെ ഭാഗത്ത് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തെ അതിർത്തിയിൽ വെച്ചുകൊണ്ട് പ്രതിരോധിക്കാനും തകർക്കാനും ഒരു വിമാനത്തെ തിരിച്ചുവിടാനും തങ്ങൾക്ക് സാധിച്ചു എന്ന് യമനും അവരുടെ നിലപാടുകൾ പറഞ്ഞു. ആ വിഷയം അതിന് പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു. ശത്രുവിൻ്റെ ആയുധങ്ങളും വിമാനങ്ങളും തങ്ങളുടെ അതിർത്തി കടക്കുന്നത് കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന തങ്ങളുടെ സൈനികർ അവരെ ഒരു വിമാനത്തെ തുരത്തുകയും ഒരു റോക്കറ്റ് പോലെയുള്ള സംവിധാനം എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അതിനെ തങ്ങൾ വെടിവെച്ച് താഴെയിടുകയും ചെയ്തു എന്നും പറയുന്നു. ഏതായിരുന്നാലും മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പരകൾ തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് യമനിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴത്തെ നിലവിലെ ഇസ്രായേലിൻ്റെ സാഹചര്യങ്ങൾ വളരെ ദയനീയമാണ്. കാര്യം എന്ന് പറയുന്നത് തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് 5000-ഓളം ഏക്കറയാണ് അവരുടെ കണക്ക് പ്രകാരം കത്തി അമർന്നത്. വലിയ സാമ്പത്തിക നഷ്ടങ്ങളും കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 100,000 പേർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും വലിയൊരു ജനാവലിക്ക് പ്രയാസമുണ്ടാകുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. അതിന് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കാണാൻ സാധിക്കാത്തതും അതോടൊപ്പം തന്നെ തീപിടുത്തം പടർന്ന സമയത്ത് അതിനെ കെടുത്താൻ ആവാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഏത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വലിയ പ്രയാസമാണ്. ഒരു ഭാഗത്ത് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇസ്രായേലിൽ നടക്കുന്നു. മറ്റൊരു ഭാഗത്താണെങ്കിൽ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1,00,000 എന്ന് പറയുന്ന സമയത്ത് 50,000-ത്തിലധികം ആളുകളെയൊക്കെ ടെൻറ്റുകളിലോ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം സങ്കീർണമാണ്. ആ ഒരു വിഷയത്തെയും സർക്കാർ അഭിമുഖീകരിക്കുന്നു. അതിനപ്പുറമായ രീതിയിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്നു. ആരും സഹായിക്കാൻ വേണ്ടിയിട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്കയുടെ സഹായങ്ങൾ തന്നെ പരിമിതമായ രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ നിയന്ത്രണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തരത്തിലാണ് ഇസ്രായേലിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിലും ഏതൊരു ആക്രമണങ്ങൾ പലസ്തീന് നേരെ നടത്തുകയാണെങ്കിലും തങ്ങൾക്ക് നേരെ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ ഇസ്രായേലിലെ ജൂത സംഘടനകളൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ സുരക്ഷിതരമാക്കിയിട്ട് വേണം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനങ്ങൾ സുരക്ഷിതരല്ല. ഏത് സമയത്തും അക്രമം വരാം, ഏത് സമയത്തും മരണപ്പെടാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഒരു സാഹചര്യങ്ങളും അവസ്ഥയും ഇസ്രായേൽ ഗവൺമെൻറ് ഉണ്ടാക്കി. ഇതിൽ മാറ്റങ്ങൾ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സമാധാനപരമായിരിക്കുന്ന ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് ജൂത വിഭാഗം തന്നെ ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിനോട് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു.
ഓരോരോ ദിവസം കഴിയുന്നതനുസരിച്ച് എത്ര ബന്ദികളാണ് കൊല്ലപ്പെടുക എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരമില്ലാതിരിക്കെ നമ്മൾ അതിന് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രോത്സാഹനം നൽകുന്ന രീതി തന്നെ ശരിയല്ല. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിടുകയും പ്രശ്ന അവസാനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യണമെന്ന് ചില ജൂത സംഘടനകൾ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങളും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.